ഹായ് ഫ്രണ്ട്സ്, കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു മനോഹരമായ കഥയാണ്. ഒരു പുരുഷൻ ഉൾനാടുകൾ കാണാൻ പുറത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കാറ് ഇന്ധനം തീർന്നിട്ട് വഴിയിൽ നിൽക്കുന്നു. അദ്ദേഹം അതിനിടയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ആ സുന്ദരിയായ പെൺകുട്ടി അദ്ദേഹത്തെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ വീട് സ്ഥിതി ചെയ്യുന്നത് തികച്ചും വിചിത്രമായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ്. പിന്നീട് ആ പെൺകുട്ടി പെട്ടെന്ന് അദ്ദേഹത്തോട് അവിടെ നിന്നും വിട്ടുപോകാൻ പറയുന്നു. പിന്നീടുള്ള കഥയിലെ ഭാഗങ്ങൾ വളരെ രസകരമായതാണ്. കഥയുടെ തലക്കെട്ട് ലോസ്റ്റ് ലവ്. ദീസ് തിങ്സ് happened to me nearly 10 years ago. These things, ഈ കാര്യങ്ങൾ happened to me, എനിക്ക് സംഭവിച്ചത് nearly 10 years ago, ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ nearly എന്നാൽ ഏകദേശം എന്നുള്ള അർത്ഥമാണ്. I lived in a city, ഞാൻ ജീവിച്ചിരുന്നത് ഒരു സിറ്റിയിലായിരുന്നു. But the city was hot in summer. പക്ഷെ വേനൽക്കാലത്ത് ആ സിറ്റിയിൽ ഭയങ്കര ചൂടായിരുന്നു. ഐ വോണ്ടഡ് ടു സീ ദ കൺട്രി എന്ന വാക്കിന് ഇവിടെ ഉൾനാട് എന്നുള്ള അർത്ഥമാണ്. നാട്ടിൻപുറം ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഐ വോണ്ടഡ് ടു സീ ദ കൺട്രി, എനിക്ക് ഉൾനാട് കാണണമായിരുന്നു. ഐ ഹാഡ് എ ലിറ്റിൽ റെഡ് കാർ, എൻ്റെ അടുത്ത് ഒരു ചെറിയ ചുവപ്പ് നിറത്തിലുള്ള ഒരു കാറും ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഹാഡ് എ മാപ്പ് ടു, മാപ്പ് എന്നാൽ ഭൂപടം, എൻ്റെ അടുത്ത് ഒരു ഭൂപടവും ഉണ്ടായിരുന്നു. ഐ ഡ്രോവ് ഓൾ നൈറ്റ്, ഡ്രോവ് എന്നാൽ ഡ്രൈവ് എന്നതിൻ്റെ പാസ്റ്റാണ് ഡ്രോവ്, ഓടിച്ചു എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഐ ഡ്രോവ് ഓൾ നൈറ്റ്, രാത്രി മുഴുവൻ ഞാൻ കാറ് ഓടിച്ചു. ഐ വാസ് ഹാപ്പി ഇൻ മൈ കാർ, ഞാൻ എൻ്റെ കാറിൽ വളരെ സന്തോഷവാനായിരുന്നു. വി ഹാഡ്, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്, എ വെരി ഗുഡ് സമ്മർ, വളരെ നല്ല ഒരു വേനൽക്കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ദാറ്റ് ഇയർ, ദ കൺട്രി വാസ് വെരി പ്രിട്ടി, വളരെ മനോഹരമായിരുന്നു ഈ കൺട്രി, രാജ്യം കാണാൻ. ഇൻ ദ ഏർലി മോർണിംഗ്, എന്താണ്, അതിരാവിലെ കാണാൻ വളരെ മനോഹരമായിരുന്നു. ദ സൺ വാസ് ഹോട്ട്, സൂര്യന് വളരെ ചൂടായിരുന്നു. ആൻഡ് ദ സ്കൈ വാസ് ബ്ലൂ, എന്താണ്, ആകാശം നീല കളറായിരുന്നു. ഐ ഹേർഡ് ദ ബേർഡ്സ് ഇൻ ദ ട്രീസ്, ഐ ഹേർഡ് ഞാൻ കേട്ടു, ദ ബേർഡ്സ് ഇൻ ദ ട്രീസ്, എന്താണ്, വൃക്ഷങ്ങളിലുള്ള പക്ഷികളെ ഞാൻ കേട്ടു, അവകളുടെ ശബ്ദം കേട്ടു. ആൻഡ് ദെൻ, അങ്ങനെ പിന്നീട്, മൈ കാർ സ്റ്റോപ്പ് സഡൻലി, പെട്ടെന്ന് എൻ്റെ കാറ് നിന്നുപോയി. വാട്ട്സ് റോങ്, എന്താണ് കുഴപ്പം. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു. ഓ ഡിയർ, ഐ ഹാവൻറ്റ് ഗോട്ട് എനി പെട്രോൾ, എൻ്റെ കാറിൽ ഒട്ടും തന്നെ പെട്രോൾ ഇല്ല. നൗ ഐ വിൽ ഹാവ് ടു വോക്ക്, ഇപ്പോൾ എനിക്ക് നടക്കേണ്ടി. ഐ വിൽ ഹാവ് ടു ഫൈൻഡ്, എനിക്ക് കണ്ടെത്തേണ്ടി വരും. എ ടൗൺ, ഒരു ടൗണ് കണ്ടെത്തേണ്ടി വരും. ആൻഡ് ബൈ സം പെട്രോൾ, എന്നിട്ട് കുറച്ച് പെട്രോൾ വാങ്ങിക്കേണ്ടി വരും. ബട്ട് വേർ ആം ഐ, പക്ഷേ ഞാൻ എവിടെയാണ്. ഐ ലുക്ക്ഡ് അറ്റ് ദ മാപ്പ്, ഞാൻ ഭൂപടത്തിലേക്ക് നോക്കി. ഐ വാസ് നോട്ട് നിയർ എ ടൗൺ, ഞാൻ ഒരു ടൗണിന് അടുത്ത് അല്ലായിരുന്നു. ഐ വാസ് ലോസ്റ്റ് ഇൻ ദ കൺട്രി, ഞാൻ ഒരു ഉൾനാട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദെൻ ഐ സോ ദ ഗേൾ, പിന്നീട് ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ഐ സോ, ഞാൻ കണ്ടു, ദ ഗേൾ, പെൺകുട്ടിയെ കണ്ടു. ഷീ ഈസ് വാക്കിംഗ് ഓൺ ദ റോഡ്, അവൾ റോഡിലൂടെ നടക്കുന്നു. വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഹെർ ഹാൻഡ്, അവളുടെ കയ്യിൽ പുഷ്പങ്ങൾ പിടിച്ചിട്ട് അവൾ റോഡിലൂടെ നടക്കുന്നു. ഷീ വോർ, അവൾ ധരിച്ചിട്ടുള്ളത്, എ ലോങ് ഡ്രസ്, ഒരു നീണ്ട ഉടുപ്പാണ് ധരിച്ചിട്ടുള്ളത്. ആൻഡ് ഹെർ ഹെയർ വാസ് ലോങ് ടു, അവളുടെ മുടിക്ക് വളരെ നീളവുമുണ്ട്. ഇറ്റ് വാസ് ലോങ് ആൻഡ് ബ്ലാക്ക്, അവളുടെ തലമുടി വളരെ നീളമുള്ളതും കറുപ്പു നിറമുള്ളതുമായിരുന്നു.
ആൻഡ് ഇറ്റ് ഷോൺ, അവളുടെ തലമുടി ഷോൺ എന്നാൽ തിളങ്ങി. ഇൻ ദ സൺ എന്താണ് സൂര്യപ്രകാശത്തിൽ അവളുടെ തലമുടി തിളങ്ങി. ഷീ വാസ് വെരി പ്രിട്ടി, അവൾ വളരെ സുന്ദരിയായിരുന്നു. ഐ വോണ്ടഡ് ടു സ്പീക്ക് ടു ഹർ, എനിക്ക് അവളോട് സംസാരിക്കണമായിരുന്നു. സോ അതുകൊണ്ട് ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ, ഞാൻ കാറിൽ നിന്നും പുറത്തിറങ്ങി. ഹലോ ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഹലോ എന്ന് പറഞ്ഞു. ഐ ആം ലോസ്റ്റ്, വേർ ആം ഐ, എനിക്ക് വഴി തെറ്റി. വേർ ആം ഐ, ഞാൻ എവിടെയാണ്. ഷീ ലുക്ക്ഡ് അഫ്രൈഡ്, അവളെ കണ്ടിട്ട് ഭയമുള്ളതായിട്ട് തോന്നി. സോ അതുകൊണ്ട് ഐ സ്പോക്ക്, ഞാൻ സംസാരിച്ചു. ക്വയറ്റ്ലി എന്നാൽ ശാന്തമായിട്ട് ഞാൻ സംസാരിച്ചു. ഐ ഹാവ് ഗോട്ട് എനി പെട്രോൾ, എൻ്റെ അടുത്ത് ഒട്ടും തന്നെ പെട്രോൾ ഇല്ല. ഐ സെഡ്, ഞാൻ പറഞ്ഞു. വേർ ക്യാൻ ഐ ഫൈൻഡ് സം, എനിക്ക് കുറച്ച് പെട്രോൾ എനിക്ക് എവിടെ നിന്നും കണ്ടെത്താൻ കഴിയും. ഹെർ ബ്ലൂ ഐസ്, അവളുടെ നീല കണ്ണുകൾ ലുക്ക്ഡ് അറ്റ് മീ, എന്നെ നോക്കി. ആൻഡ് ഷീ സ്മൈൽഡ്, എന്നിട്ട് അവൾ പുഞ്ചിരിച്ചു. ഷീ ഈസ് എ വെരി പ്രിട്ടി ഗേൾ, അവൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഐ തോട്ട്, ഞാൻ വിചാരിച്ചു. ഐ ഡോണ്ട് നോ, എനിക്ക് അറിയുകയില്ല. ഷീ സെഡ്, അവൾ പറഞ്ഞു. കം വിത്ത് മീ ടു ദ വില്ലേജ്, എൻ്റെ കൂടെ ഗ്രാമത്തിലേക്ക് വരൂ. പെർഹാപ്സ് വി ക്യാൻ ഹെൽപ്പ് യു, ഒരു പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഐ വെൻറ്റ് വിത്ത് ഹെർ ഹാപ്പിലി, ഞാൻ അവളുടെ കൂടെ സന്തോഷത്തോടെ പോയി. പോയി, വിത്ത് ഹെർ അവളുടെ കൂടെ, ഹാപ്പിലി സന്തോഷത്തോടെ. ആൻഡ് വി വോക്ക്ഡ് എ ലോങ് വേ, ഞങ്ങൾ നീണ്ട വഴിയിലൂടെ നടന്നു. ദർ ഈസ് നോ എ വില്ലേജ് ഓൺ ദ മാപ്പ്, എൻ്റെ അടുത്തുള്ള ഭൂപടത്തിൽ ഒരു ഗ്രാമം ഇല്ല. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു. പെർഹാപ്സ് ഒരു പക്ഷേ, ഇറ്റ് ഈസ് എ വെരി സ്മോൾ വില്ലേജ്, ഇത് വളരെ ചെറിയ ഒരു ഗ്രാമമാണ്. ദർ വാസ് എ വില്ലേജ്, അവിടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾഡ് ആൻഡ് പ്രിട്ടി, അത് വളരെ പഴക്കമേറിയതും വളരെ മനോഹരവുമായതായിരുന്നു. ദ ഹൗസസ് വീടുകൾ വേർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വീടുകൾ വെള്ളയും അതുപോലെ കറുപ്പും ആയിരുന്നു. ആൻഡ് വെരി സ്മോൾ, വളരെ ചെറുതുമായിരുന്നു. ദർ വേർ എ ലോട്ട് ഓഫ് എനിമൽസ്, അവിടെ ഒരുപാട് മൃഗങ്ങളും ഉണ്ടായിരുന്നു. ദ ഗേൾ സ്റ്റോപ്ഡ്, ആ പെൺകുട്ടി നിന്നു. അറ്റ് എ ഹൗസ്, ഒരു വീട്ടിൻ്റെ മുമ്പിലായിട്ട് നിന്നു. ആൻഡ് സ്മൈൽഡ് അറ്റ് മീ, എന്നിട്ട് എന്നെ നോക്കിയിട്ട് പുഞ്ചിരി. കം ഇൻ, അകത്തോട്ട് വരൂ പ്ലീസ്, ദയവായിട്ട്. ഷീ സെഡ്, അവൾ പറഞ്ഞു. ഐ വെൻറ്റ് ഇൻ, ഞാൻ അകത്തേക്ക് പോയി. ദ ഹൗസ് വാസ് വെരി ക്ലീൻ, ആ വീടിൻ്റെ ഉള്ളിൽ വളരെ വൃത്തിയായിരുന്നു. ബട്ട് ഇറ്റ് വാസ് സ്ട്രേഞ്ച് ടു, പക്ഷെ അതിനുള്ളിൽ വളരെ വിചിത്രവുമായിരുന്നു. ദർ വാസ് എ ഫയർ ആൻഡ് സം ഫുഡ് എബോ ഇറ്റ്, ദർ വാസ് എ ഫയർ, അവിടെ ഒരു തീ ഉണ്ടായിരുന്നു, തീക്കണൽ ഉണ്ടായിരുന്നു. ആൻഡ് സം ഫുഡ് എബോ ഇറ്റ്, അതിന് മുകളിലായിട്ട് കുറച്ച് ഭക്ഷണവും ഉണ്ട്. ഐ ഫെൽറ്റ് ഹംഗ്രി ദെൻ, ആ സമയത്ത് എനിക്ക് വിശപ്പ് തോന്നി. ദാറ്റ് ഈസ് സ്ട്രേഞ്ച്, അത് വിചിത്രമായതാണ്. ഐ തോട്ട്, ഞാൻ കരുതി. ദേ കുക്ക് ദെയർ ഫുഡ്, അവർ അവരുടെ ഭക്ഷണം പാചകം ചെയ്യുന്നു. ഓവർ എ വുഡ് ഫയർ, തടികൾ കൊണ്ടുണ്ടാക്കിയ തീയിന് മുകളിലായിട്ട് അവർ ഭക്ഷണം പാചകം ചെയ്യുന്നു. പെർഹാപ്സ് ഒരു പക്ഷേ, ദേ ഹാവ് നോ മണി, അവരുടെ അടുത്ത് പണമില്ല. ഐ മെറ്റ് ഹെർ ഫാദർ ആൻഡ് മദർ, ഞാൻ അവളുടെ അച്ഛനെയും അമ്മയെയും കണ്ടുമുട്ടി. ആൻഡ് ഐ ലൈക്ക് ദം, എനിക്ക് അവരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ദേ വേർ നൈസ് പീപ്പിൾ, അവർ വളരെ നല്ല ആളുകളായിരുന്നു. ബട്ട് ദെയർ ക്ലോത്ത്സ്, പക്ഷേ അവരുടെ വസ്ത്രങ്ങൾ വേർ സ്ട്രേഞ്ച്, അവകൾ വളരെ വിചിത്രമായതായിരുന്നു. സിറ്റ് ഡൗൺ, ഇരിക്കൂ. സെഡ് ദ ഓൾഡ് മാൻ, പ്രായമായിട്ടുള്ള ആൾ പറഞ്ഞു. ആർ യു തേഴ്സ്റ്റി ആഫ്റ്റർ യുവർ വോക്ക്, നിങ്ങളുടെ നടത്തത്തിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടോ? ആ പ്രായം ചെന്നിട്ടുള്ള ആൾ ചോദിച്ചു. ഹി ഗേവ് മീ എ ഡ്രിങ്ക്, അദ്ദേഹം എനിക്കൊരു പാനീയം നൽകി.
ആൻഡ് ഐ സെഡ് താങ്ക് യു. ഞാൻ പറഞ്ഞു നന്ദി, നിങ്ങൾക്ക് നന്ദി എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ബട്ട് ദ ഡ്രിങ്ക് വാസ് സ്ട്രേഞ്ച് ടു. പക്ഷേ ആ പാനീയം വളരെ വിചിത്രമായതുമായിരുന്നു. ഇറ്റ് വാസ് ഡാർക്ക് ബ്രൗൺ. അതിന് ഡാർക്ക് ബ്രൗണ് നിറമായിരുന്നു. ആൻഡ് വെരി സ്ട്രോങ്. അത് വളരെ വീര്യം കൂടിയതുമായിരുന്നു. ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായില്ല. ബട്ട് ഐ വാസ് ഹാപ്പി ദർ. പക്ഷെ ഞാൻ അവിടെ വളരെ സന്തോഷവാനായിരുന്നു. ഐ ആസ്ക്ഡ് അബൌട്ട് ദ പെട്രോൾ. ഞാൻ പെട്രോളിനെ കുറിച്ചിട്ട് ചോദിച്ചു. ബട്ട് ദ ഓൾഡ് മാൻ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ആ പ്രായം ചെന്ന ആൾക്ക് മനസ്സിലായില്ല. പെട്രോൾ ഹി ആസ്ക്ഡ്. പെട്രോളോ? ഹി ആസ്ക്ഡ്. അദ്ദേഹം ചോദിച്ചു. വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? ദിസ് ഈസ് സ്ട്രേഞ്ച്. ഇത് വളരെ വിചിത്രമാണ്. ഐ തോട്ട്. ഞാൻ. ദെൻ ഐ ആസ്ക്ഡ്. പിന്നീട് ഞാൻ ചോദിച്ചു. ഡു യു വോക്ക് എവരിവെയർ? നിങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കാറുണ്ടോ? ഞാൻ അദ്ദേഹത്തോട്. ദ ഓൾഡ് മാൻ സ്മൈൽഡ്. ആ പ്രായം ചെന്നിട്ടുള്ള ആൾ പുഞ്ചിരിച്ചു. ഓ നോ, ഇല്ല. വി യൂസ് ഹോഴ്സസ്. ഞങ്ങൾ കുതിരകൾ ഉപയോഗിക്കലാണ്. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ഹോഴ്സസ്, കുതിരകൾ. ഐ തോട്ട്. ഞാൻ കരുതി. ഹോഴ്സസ് ആർ വെരി സ്ലോ. കുതിരകൾ വളരെ പതുക്കെയാണ്. വൈ ഡോണ്ട് ദേ ഹാവ് കാർസ്? അവർക്ക് എന്തുകൊണ്ട് കാറുകൾ ഇല്ല? ഞാൻ കരുതി. ബട്ട് പക്ഷേ ഐ ഡിഡൻറ്റ് സേ ദാറ്റ് ടു ദ ഓൾഡ് മാൻ. പക്ഷെ ഞാൻ അത് ആ പ്രായമായിട്ടുള്ള ആളോട് ഞാൻ പറഞ്ഞില്ല. ഐ ഫെൽറ്റ് ഹാപ്പി ദർ. എനിക്ക് അവിടെ സന്തോഷം തോന്നി. ഐ സ്റ്റേഡ് ഓൾ ഡേ. ഞാൻ അവിടെ ദിവസം മുഴുവൻ താമസിച്ചു. ആൻഡ് ഐ എയ്റ്റ്. ഞാൻ കഴിച്ചു. ഡിന്നർ. അവിടെ രാത്രി ഭക്ഷണം കഴിച്ചു. വിത്ത് ദം. അവരുടെ കൂടെ. ദാറ്റ് ഈവനിങ്. അന്ന് വൈകുന്നേരം. ദെൻ പിന്നീട്. ദ ഗേൾ ആൻഡ് ഐ. ആ പെൺകുട്ടിയും ഞാനും വെൻ്റ് ഔട്ട്. പുറത്തേക്ക് പോയി. ഇൻ ടു ദ ഗാർഡൻ. പൂന്തോട്ടത്തിലേക്ക് പുറത്തേക്ക് പോയി. ദ ഗേൾസ് നെയിം വാസ് മേരി. ആ പെൺകുട്ടിയുടെ പേര് മേരി എന്ന് ആയിരുന്നു. ദിസ് ഈസ് നൈസ്. ഇത് വളരെ മനോഹരമാണ്. ഷീ സെഡ്. അവൾ പറഞ്ഞു. വി ലൈക്ക് ഹാവിങ് വിസിറ്റേഴ്സ്. സന്ദർശകരുള്ളത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. വി ഡോണ്ട് സീ മെനി പീപ്പിൾ ഹിയർ. ഞങ്ങൾ ഇവിടെ ധാരാളം ആളുകളെ കാണാ. ഷീ വാസ് വെരി ബ്യൂട്ടിഫുൾ. അവൾ വളരെ സുന്ദരിയായിരുന്നു. ബട്ട് ആഫ്റ്റർ എ ടൈം. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം. ഷീ ബിഗാൻ ടോട്ടൽ ക്വയറ്റ്ലി. അവൾ പൂർണ്ണമായിട്ടും മൗനത്തിലാകാൻ ആരംഭിച്ചു. ആൻഡ് ഹെർ ഫേസ് വാസ് സാഡ്. അവളുടെ മുഖത്ത് ദുഃഖം അനുഭവപ്പെട്ടു. വൈ ആർ യു സാഡ്? നീ എന്തുകൊണ്ടാണ് ദുഃഖിച്ചിരിക്കുന്നത്? ഐ ആസ്ക്ഡ് ഹെർ. ഞാൻ അവളോട് ചോദിച്ചു. ഐ കനോട്ട് ടെൽ യു. എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുകയില്ല. ഷീ സെഡ്. അവൾ പറഞ്ഞു. യു ആർ ഓൺലി എ വിസിറ്റർ ഹിയർ. നിങ്ങൾ ഇവിടെ ഒരു സന്ദർശകൻ മാത്രമാണ്. വി ഹാവ് ടു സേ ഗുഡ് ബൈ ടു നൈറ്റ്. ഇന്ന് രാത്രി നമുക്ക് ഗുഡ് ബൈ പറയേണ്ടതുണ്ട്. യു ഹാവ് ടു ഗോ നൗ. നിങ്ങൾ ഇപ്പോൾ പോകണം. ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായില്ല. ഐ ലവ്ഡ് ഹെർ. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. ഐ ന്യൂ ദാറ്റ്. എനിക്കതറിയാം. വൈ ഷുഡ് ഐ ഗോ? ഞാൻ എന്തിന് പോകണം? ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു. ബട്ട് മേരി സെഡ്. മേരി പറഞ്ഞു. എഗെയിൻ ഇൻ എ സാഡ് വോയിസ്. ഒരു ദുഃഖം നിറഞ്ഞ ശബ്ദത്തിൽ അവൾ വീണ്ടും പറഞ്ഞു. യു ഹാവ് ടു ഗോ. നീ പോകണം. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഹിയർ. ഇവിടെ വളരെ അപകടം നിറഞ്ഞതാണ്. സോ ഐ സെഡ്. അങ്ങനെ ഞാൻ പറഞ്ഞു. ഐ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ടൗൺ. ഞാൻ അടുത്ത പട്ടണത്തിലേക്ക് പോകും. ആൻഡ് ഫൈൻഡ് സം പെട്രോൾ. എന്നിട്ട് കുറച്ച് പെട്രോൾ കണ്ടെത്തും. ദെൻ ഐ വിൽ കം ബാക്ക്. എന്നിട്ട് ഞാൻ തിരിച്ചു വരും. ഷീ ഡിഡിൻറ്റ് സ്പീക്ക്. അവൾ സംസാരിച്ചില്ല. ഐ ലവ് യു മേരി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ സെഡ്. ഞാൻ പറഞ്ഞു. ആൻഡ് ഐ വിൽ കം ബാക്ക് ടു യു. ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരും. യു വോണ്ട് സ്റ്റോപ്പ് മീ. നീ എന്നെ തടയുകയില്ല. ഷീ സെഡ്. അവൾ പറഞ്ഞു. ഗുഡ് ബൈ ടു മീ. എന്നോട് ഗുഡ് ബൈ പറഞ്ഞു. അറ്റ് ദ ഡോർ. ഡോറിൻ്റെ അടുക്കൽ നിന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞു. ഹെർ ഫേസ് വാസ് വെരി സാഡ്. അവളുടെ മുഖത്ത് വളരെ ദുഃഖം ഉണ്ട്. ആൻഡ് ഐ വാസ് സാഡ് ടു. ഞാനും വളരെ ദുഃഖിതനായി.
ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ഗോ. എനിക്ക് പോകാൻ ആഗ്രഹമില്ലായിരുന്നു. ഇറ്റ് വാസ് മിഡ് നൈറ്റ്. അത് അർദ്ധരാത്രിയായിരുന്നു. ദ നൈറ്റ് വാസ് വെരി ഡാർക്ക്. രാത്രി വളരെ ഇരുണ്ടതായിരുന്നു. പക്ഷേ ഐ വോക്ക്ഡ് ആൻഡ് വോക്ക്ഡ്. ഞാൻ നടന്നുകൊണ്ട്. ഐ വാസ് വെരി ടയേർഡ്. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. വെൻ ഐ സോ ദ ലൈറ്റ്സ് ഓഫ് എ ടൗൺ. ഒരു ടൗണിലെ വെളിച്ചങ്ങൾ കണ്ടപ്പോൾ ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. അപ്പോഴേക്കും ക്ഷീണിതനായിട്ടുണ്ടായിരുന്നു. ഐ ഫൗണ്ട് സം പെട്രോൾ. ഞാൻ കുറച്ച് പെട്രോൾ കണ്ടെത്തി. ആൻഡ് ദെൻ ഐ ആസ്ക്ഡ് ദ നെയിം ഓഫ് ദ വില്ലേജ്. എന്നിട്ട് ഞാൻ ആ വില്ലേജിൻ്റെ, ആ പോയിട്ടുള്ള ഗ്രാമത്തിൻ്റെ പേര് ചോദിച്ചു. ബട്ട് ദ മാൻ അറ്റ് ദ ഗരാഷ്. ഇത് ഗരാഷ് എന്നാണ് വായിക്കുക. ഗരാഷ് എന്നാൽ വാഹനങ്ങൾ ഇടുന്ന സ്ഥലം. വാഹനങ്ങൾ ഇടുന്ന സ്ഥലത്തുള്ള അവിടെ നിൽക്കുന്ന പുരുഷൻ ഗേവ് മീ എ സ്ട്രേഞ്ച് ലുക്ക്. എന്നെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു നോട്ടം നോക്കി. സ്ട്രേഞ്ച് ലുക്ക് എന്നാൽ അസാധാരണമായ നോട്ടം എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. വാട്ട് വില്ലേജ്. എന്ത് ഗ്രാമം. ഹി ആസ്ക്ഡ്. അദ്ദേഹം ചോദിച്ചു. ഐ ടോൾഡ് ഹിം എബൌട്ട് ദ വില്ലേജ്. ഞാൻ അദ്ദേഹത്തോട് ആ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു. ഐ ടോൾഡ് ഹിം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എബൌട്ട് ദ ഓൾഡ് ഹൗസ്. ആ പഴയ വീടുകളെ പറ്റിയിട്ട് പറഞ്ഞു. ആൻഡ് ദ പീപ്പിൾ വിത്ത് സ്ട്രേഞ്ച് ക്ലോത്ത്സ്. വളരെ വിചിത്രമായിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുള്ള ആ ജനങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു. എഗെയിൻ ഹി ഗേവ് മീ എ സ്ട്രേഞ്ച് ലുക്ക്. വീണ്ടും അദ്ദേഹം ഒരു അസാധാരണമായ നോട്ടം എന്നെ നോക്കി. ഹി തോട്ട്. അദ്ദേഹം ചിന്തിച്ചു. ആൻഡ് ദെൻ ഹി സെഡ്. എന്നിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു. ദർ വാസ് എ വില്ലേജ് ദർ. അവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദർ നൗ. പക്ഷെ ഇപ്പോൾ അത് അവിടെ ഇല്ല. ദർ ആർ സ്റ്റോറീസ് എബൌട്ട് ഇറ്റ്. അതിനെ പറ്റിയിട്ട് ഒരുപാട് കഥകൾ ഉണ്ട്. സ്ട്രേഞ്ച് സ്റ്റോറീസ്. വിചിത്രമായ കഥകൾ. വാട്ട് ഡു പീപ്പിൾ സേ എബൌട്ട് ഇറ്റ്. ആളുകൾ എന്താണ് അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു. ഹി ഡിഡിൻറ്റ് വാണ്ട് ടു ടെൽ മീ. അദ്ദേഹം എന്നോട് പറയാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ദെൻ ഹി സെഡ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു. ദർ വാസ് എ ബിഗ് ഫയർ ഇൻ ദ വില്ലേജ്. ആ ഗ്രാമത്തിൽ വളരെ വലിയ ഒരു തീ. എവരിബഡി ഡൈഡ്. എല്ലാവരും മരണപ്പെട്ടു. ദർ ആർ നോട്ട് എനി പീപ്പിൾ ഓർ ഹൗസസ് ദർ നൗ. ഇപ്പോൾ അവിടെ ആളുകളും വീടുകളും ഇല്ല. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ. അത് എങ്ങനെ സംഭവിച്ചു. ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു. ആൻഡ് വൈ. എന്തുകൊണ്ട്. ഒലിവർ ക്രോംവെൽ കിൽഡ് ദം. ഈ ക്രോംവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഒലിവർ ക്രോംവെൽ കൊന്നു ദം അവരെ. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ഹി വാസ് ആംഗ്രി വിത്ത് ദ വില്ലേജേഴ്സ്. ഗ്രാമവാസികളോട് അദ്ദേഹത്തിന് വളരെ ദേഷ്യമായിരുന്നു. ബിക്കോസ്. കാരണം. ദേ ഹെൽപ്ഡ്. അവർ സഹായിച്ചു. ദ കിങ് ഇൻ ദ വാർ. യുദ്ധത്തിൽ രാജാവിനെ ആ ഗ്രാമവാസികൾ സഹായിച്ചു. അതുകൊണ്ട് ഈ ഒലിവർ ക്രോംവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഗ്രാമവാസികളോട് വളരെ ദേഷ്യമായിരുന്നു. ഐ കുഡൻറ്റ് സ്പീക്ക്. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ദിസ് ഈസ് നോട്ട് റൈറ്റ്. ഇത് ശരിയല്ല. ഐ തോട്ട്. ഞാൻ വിചാരിച്ചു. ദാറ്റ് വാർ ഹാപ്പൻഡ് 350 years ago. ആ യുദ്ധം സംഭവിച്ചത് 350 വർഷങ്ങൾക്ക് മുമ്പാണ്. ദെൻ ഐ റിമെമ്പേർഡ്. പിന്നീട് ഞാൻ ഓർമ്മിച്ചു. ദ സ്ട്രേഞ്ച് ക്ലോത്ത്സ്. വിചിത്രമായിട്ടുള്ള വസ്ത്രങ്ങൾ. ദ ലോങ് ഹെയർ. നീണ്ട തല. ദ ഫുഡ് ഓവർ ദ ഫയർ. തീയിന് മുകളിലായിട്ടുള്ള ഭക്ഷണം. അതിനൊക്കെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചു. ആൻഡ് ദ ഓൾഡ് ഹൗസസ്. പഴയ വീടുകളെ പറ്റിയിട്ടും. ആൻഡ് ഐ റിമെമ്പേർഡ് ടു. ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു. എബൌട്ട് ദ ഹോഴ്സസ്. കുതിരകളെ കുറിച്ചിട്ടും ഞാൻ ഓർമ്മിച്ചു. ബട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ഐ ക്രൈഡ്. ഞാൻ കരഞ്ഞു. ഐ സോ ദ പീപ്പിൾ ആൻഡ് ദ വില്ലേജ്. ഞാൻ ആളുകളെ കണ്ടു. ആൻഡ് ദ വില്ലേജ്. ഗ്രാമവും കണ്ടു. ഐ സ്പോക്ക്
ടു സം പീപ്പിൾ ദർ. ഞാൻ അവിടെ വെച്ചിട്ട് കുറച്ച് ആളുകളോട് സംസാരിച്ചു. ഐ സ്പോക്ക്. ഞാൻ സംസാരിച്ചു. ടു സം പീപ്പിൾ ദർ. അവിടെ വെച്ച് കുറച്ച് ആളുകളോട്. ദ മാൻ ലുക്ക്ഡ് ക്വിക്ക്ലി അറ്റ് മീ. ദ മാൻ ലുക്ക്ഡ്. ആ പുരുഷൻ നോക്കി ക്വിക്ക്ലി പെട്ടെന്ന് അറ്റ് മീ എന്നെ. ആൻഡ് ദെൻ ഹീ സ്പോക്ക്. എന്നിട്ട് അദ്ദേഹം സംസാരിച്ചു. ദർ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എബൌട്ട് ദ വില്ലേജ്. ആ ഗ്രാമത്തെ പറ്റിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. ഫോർ വൺ ഡേ എവരി 10 years. ഓരോ 10 വർഷത്തിലും ഒരു ദിവസത്തേക്ക്. ഇറ്റ് ലിവ്സ് അഗെയിൻ. അത് വീണ്ടും ജീവിക്കും. ബട്ട് ഓൺലി ഫോർ വൺ ഡേ. പക്ഷേ ഒരു ദിവസത്തേക്ക് മാത്രം. ദെൻ ഇറ്റ് ഗോസ് അവേ. പിന്നീട് അത് പോയി മറയുന്നു. അഗെയിൻ ഫോർ അനദർ 10 years. വീണ്ടും 10 വർഷത്തേക്ക്, മറ്റൊരു 10 വർഷത്തേക്ക് കൂടി അത് പോയി മറയുന്നു. ഓൺ ദാറ്റ് വൺ ഡേ. ആ ഒരു ദിവസം. യു ക്യാൻ ഫൈൻഡ് ദ വില്ലേജ്. നിനക്ക് ആ വില്ലേജ്, ഗ്രാമം കാണാൻ സാധിക്കും. ബട്ട് പക്ഷേ യു ഹാവ് ടു ലീവ് ബിഫോർ മോർണിംഗ്. നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് നീ അവിടെ നിന്നും പോകണം. ഓർ അല്ലെങ്കിൽ യു വിൽ നെവർ ലീവ്. നീ ഒരിക്കലും പോകുകയില്ല. ക്യാൻ ദിസ് ബി റൈറ്റ്. ഇത് ശരിയാകുമോ? ഐ തോട്ട്. ഞാൻ ചിന്തിച്ചു. പെർഹാപ്പ് ഇറ്റ് വാസ്. ഒരു പക്ഷേ ആയിരിക്കാം. മേരി സെഡ്. മേരി പറഞ്ഞു. യു ഹാവ് ടു ഗോ. നീ. ഷീ ലവ്ഡ് മീ. അവൾ എന്നെ സ്നേഹിച്ചിരുന്നു. ബട്ട് ഷീ സെഡ്. പക്ഷേ അവൾ പറഞ്ഞു. വി ഹാവ് ടു സേ ഗുഡ് ബൈ. നമ്മൾ ഗുഡ് ബൈ പറയേണ്ടതുണ്ട്. ഷീ വാസ് അഫ്രൈഡ് ഫോർ മീ. എന്നെ ഓർത്ത് അവൾ ഭയപ്പെട്ടിരുന്നു. നൗ ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഐ തോട്ട്. ഞാൻ കരുതി. ഐ വെൻറ്റ് ബാക്ക് ടു ദ വില്ലേജ്. ഞാൻ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. വെൻറ്റ് ബാക്ക് എന്നാൽ തിരിച്ചുപോയി. ടു ദ വില്ലേജ്. ആ ഗ്രാമത്തിലേക്ക്. ബട്ട് പക്ഷേ ഇറ്റ് വാസ് നോട്ട് ദർ. അത് അവിടെ ഇല്ലായിരുന്നു. ഐ ലുക്ക്ഡ്. ഞാൻ നോക്കി. അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും വീണ്ടും ഞാൻ നോക്കി. ബട്ട് പക്ഷേ ഐ കുഡൻറ്റ് ഫൈൻഡ് ഇറ്റ്. എനിക്കത് കണ്ടെത്താൻ സാധിച്ചില്ല. ഐ സോ ഓൺലി ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ്. ഞാൻ കണ്ടത് പുഷ്പങ്ങളും വൃക്ഷങ്ങളും മാത്രം. ഐ ഹേർഡ് ഓൺലി ദ സൗണ്ട് ഓഫ് ദ ബേർഡ്സ്. പക്ഷികളുടെ ശബ്ദം മാത്രമാണ് ഞാൻ കേട്ടത്. ആൻഡ് ദ വിൻഡ്. കാറ്റിൻ്റെയും കിളികളുടെയും ശബ്ദം മാത്രമാണ് ഞാൻ കേട്ടത്. ഐ വാസ് വെരി സാഡ്. ഞാൻ വളരെ ദുഃഖിതനായി. ഐ സാറ്റ് ഡൗൺ. ഞാൻ ഇരുന്നു. ഓൺ ദ ഗ്രൗണ്ട്. തറയിൽ ഞാൻ ഇരുന്നു. ആൻഡ് ക്രൈഡ്. എന്നിട്ട് കരഞ്ഞു. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദാറ്റ് ഡേ. ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഐ റിമെമ്പർ മേരി. ഞാൻ മേരിയെ ഓർമ്മിക്കുന്നു. ആൻഡ് ഐ വിൽ ഓൾവേസ് ലവ് ഹർ. ഞാൻ അവളെ എപ്പോഴും സ്നേഹിക്കും. ദ വില്ലേജ് വിൽ കം ബാക്ക് അഗെയിൻ. ആ ഗ്രാമം വീണ്ടും തിരിച്ചു വരും. ഓൺ ദ റൈറ്റ് ഡേ. ആ ശരിയായിട്ടുള്ള ആ ദിവസത്തിൽ ആ ഗ്രാമം വീണ്ടും തിരിച്ചു വരും. ഐ വിൽ ഗോ ബാക്ക്. ഞാൻ തിരിച്ചു പോകും. ഐ വിൽ ഫൈൻഡ് ഹെർ അഗെയിൻ. ഞാൻ അവളെ വീണ്ടും കണ്ടെത്തും. മൈ ലവ്. എൻ്റെ സ്നേഹം. വിത്ത് ദ ലോങ് ബ്ലാക്ക് ഹെയർ. ആ നീണ്ട കറുത്ത മുടിയോടൊപ്പമുണ്ട്. ആൻഡ് ദിസ് ടൈം. ഈ സമയം. ഐ വിൽ നോട്ട് ലീവ് ബിഫോർ മോർണിംഗ്. നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അവിടെ നിന്നും പോകുകയില്ല. ഐ വിൽ സ്റ്റേ വിത്ത് ഹെർ. ഞാൻ അവളുടെ കൂടെ താമസിക്കും.